ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഈ കടിമംഗലത്ത് വന്ന് നിൽക്കുന്നത് എന്റെ അനിയത്തിക്ക് ഒരു കൂട്ടായിട്ടാ, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയായിട്ടൊന്നും അല്ല. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഭാര്യയുണ്ട്. പറയേണ്ടത് അവളോടാ. എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറകെ വരാൻ പാടില്ല, കേട്ടല്ലോ? പോയിട്ട് വാ മോളെ. വരുൺ ദേഷ്യപ്പെട്ടാലും നീ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ശരി അമ്മേ. ദേ, ഒരവസരം കിട്ടിയാൽ വരുണിന് നിന്നോട് ഇഷ്ടക്കുറവ് തോന്നണം. അത് മനസ്സിൽ വെച്ച് വേണം ഈ വീടിനകത്ത് നടക്കാൻ. എന്നെ ചിലപ്പോ നിനക്ക് കുറ്റം പറയാൻ തോന്നുമായിരിക്കും. പക്ഷേ അനുജത്തിയുടെ ഭർത്താവിനെ ചേച്ചിക്ക് പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാടുള്ള അത്ര പരിഷ്കാരമൊന്നും ആയിട്ടില്ല ഞാൻ. കോഫി. അതെ, നാണോ മാനോ ഉള്ളവരോട് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവും. ചിലരത് മനസ്സിലാവാതെ വീണ്ടും ആവർത്തിക്കും. പക്ഷെ ഇത്രയും നാണം കെട്ട രീതി ഇതാദ്യമായിട്ടാ. എടോ ദേ, തന്റെ കൈകൊണ്ട് തരുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് തുറന്നു പറയാൻ എനിക്ക് അറിയില്ല. എടാ, അതെന്താടാ? അവള് കൊണ്ടുവരുന്ന വെള്ളത്തിലോ ചായയിലോ വിഷം വല്ലോ കലക്കിയിട്ടുണ്ടോ? അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനേ അയൽപക്കത്തൊന്ന് വിശേഷം അന്വേഷിക്കാൻ വന്നൊന്നുമല്ല. ഞാൻ നിന്റെ അമ്മയാ. നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടും, ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. മനസ്സിലായോ? അമ്മ, ഒരു ഭാര്യയ്ക്ക് ചില കടമകളുണ്ട്. അത് നിന്റെ ഭാര്യ ചെയ്യുമ്പോ ഞാൻ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, അല്ലാതെ എതിർക്കല്ലോ. മോളെ, കാപ്പി കൊടുക്ക്. വാങ്ങിച്ചു കുടിക്കടാ. ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കാപ്പി ഇട്ട് കൊണ്ടുവന്ന പോരാ, അത് വായിൽ വെക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് ആദ്യമൊന്ന് നോക്കണം. ഇതിലല്പം മധുരം ഇട്ടൂടെ? രാധിക, ഇതിലല്പം മധുരം ഇട്ടതാ. എന്നോട് പറഞ്ഞു കേട്ടില്ലേ ഇതിൽ മധുരം ഇട്ട് കൊണ്ടുവരാൻ? ഇങ്ങനെ കൽപ്പിക്കാനും അധികാരം ചുമത്താനും ഞാൻ നിങ്ങളുടെ ആരാ? ഞാൻ ഈ കടിമംഗലത്ത് വന്ന് നിൽക്കുന്നത് എന്റെ അനിയത്തിക്ക് ഒരു കൂട്ടായിട്ടാ, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയായിട്ടൊന്നും അല്ല. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഭാര്യയുണ്ട്. പറയേണ്ടത് അവളോടാ. എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറകെ വരാൻ പാടില്ല, കേട്ടല്ലോ? രാധിക മോളെ, ഒരാളോടല്ല, എല്ലാവരും കേൾക്കാൻ തന്നെ ഞാൻ ഈ പറയുന്നത്. എനിക്കിങ്ങനെ എല്ലാവരുടെയും കാല് പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. മോളെ, ആ കാപ്പി വാങ്ങിച്ച് അതിൽ മധുരം ഇട്ട് കൊടുക്കുക. എനിക്ക് വേണ്ട. എടാ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോള് വാ.
എന്താ ഇത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ എന്താ ചോദിച്ചേ? ഞാനൊന്നും ചോദിച്ചില്ല മുത്തശ്ശി. ഈ വീടിന്റെ അകത്തളത്തിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അയാളിപ്പോൾ നിൽക്കുന്നത് അതിന്റെ നടുവില്ല. മുമ്പ് ഏട്ടത്തെയും ചെറിയമ്മയും ഈ വീട്ടിൽ മാറി നിന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ ഈ കുടുംബത്തിന് ദോഷമുണ്ടാക്കാൻ പോകുന്നതായിരുന്നു. ഇപ്പൊ ആ കൂട്ടത്തില് അമ്മയുണ്ട്. ഈ നിലയ്ക്ക് രാധികയെ മാറ്റിയെടുക്കാൻ പത്മിനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നടക്കട്ടെ മുത്തശ്ശി. എല്ലാവരും ചേർന്ന് ഇതെവിടം വരെ കൊണ്ടുപോകുന്നു നോക്കാം. അവസാന തീരുമാനം എൻ്റെ കയ്യിലല്ലേ. ചിലപ്പോ ഇപ്പൊ ചിരിക്കുന്നവരെല്ലാം ഒന്നിച്ച് ഞാൻ കരയിപ്പിക്കും. എടാ, എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ തിരിച്ചു തോൽപ്പിക്കാൻ എനിക്കും അറിയാം. ഏറ്റവും നല്ല വാക്കുകൾ മാത്രം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളോടാ ഏറ്റവും കടുത്ത വാക്കുകൾ ഞാനിപ്പോ പറഞ്ഞത്. എന്നെ ഈ വിധിയിൽ ഇങ്ങനെ തളച്ചിടാനാണ് ഉദ്ദേശം. വേറൊന്നും വേണ്ട. അമ്മയുടെ അനുവാദത്തോടെ ഇവിടെ ഒന്നും പോവാൻ ഒരവസരം അതുണ്ടാക്കി തന്നാ മതി. എനിക്ക് വരണ്ട മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു വാക്ക് പറയേണ്ടി വരുമ്പോ എന്റെ ചക്ക് പൊടിയ. എന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരാളോട് എന്തിനൊരു പരിധിയില്ലേ? എന്താ ഒന്ന് കണ്ണു തുറക്കാത്തത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അർഹിച്ചതല്ലെങ്കിൽ എന്റെ മനസ്സൊന്ന് മായ്ച്ചു കളയാൻ. ഇനി വരനോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോ നെഞ്ചു പൊട്ടി ആ കൈകളിലേക്കൊന്ന് വീഴ്ത്തിത്താ. എന്നൊന്ന് അവസാനിപ്പിച്ചതാ. അത്രയെങ്കിലും കരുണ എന്നോട് കാണിക്കും ഭഗവാനെ. അതെ, അരുതാതെ ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.